പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ശക്കർപ്പര അല്ലെങ്കിൽ ശങ്കർപ്പലി എന്ന് പറയുന്ന ഒരു വെറൈറ്റി സ്നാക്സ് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ഒരു തെലുങ്ക് ചാനലിൽ നിന്നാണ് ഈ ഒരു റെസിപ്പി കിട്ടിയത്. വളരെ എളുപ്പമായിട്ടോ തയ്യാറാക്കാനായിട്ട്. മൈദപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത്. മുട്ടയോ പാലോ തേങ്ങാപ്പാലോ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. ആർക്കും എളുപ്പം തയ്യാറാക്കാം കേട്ടോ. ഫ്ലോപ്പ് ആവാനുള്ള ഒരു സാധ്യതയില്ലാത്ത നല്ലൊരു കുക്കീസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒട്ടും വൈകാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. മെയിൻ ആയിട്ട് 2 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. അതിലേക്ക് നല്ലൊരു ക്രിസ്പിനെസിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൂചി അല്ലെങ്കിൽ റവ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാരയാണ് വേണ്ടത്. നമ്മൾ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡോയാണ് ഇതിന് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പഞ്ചസാര മുഴുവനായിട്ടിട്ട് അളന്ന് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പൊടിച്ചിടണം. 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 3/4 കപ്പിനടുത്തായിട്ട് പഞ്ചസാര പൊടിച്ചതുണ്ടാവും. അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ടോട്ടല് 4 ടേബിൾ സ്പൂൺ ഓയിലാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഓയിൽ ഒറ്റയടിക്ക് തന്നെ ഒഴിക്കാം കേട്ടോ. എനിക്ക് അളവ് കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ഒഴിച്ചു നോക്കിയത്. ഓയിൽ ഒഴിച്ചെടുത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം നമ്മൾ ഒരു ഉരുള ഇങ്ങനെ പിടിക്കുമ്പോൾ അതൊരു പിടിയായിട്ട് നിൽക്കണം. ആ ഒരു പരുവത്തിനാണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇപ്പൊ ഇങ്ങനെ നമ്മളൊരു ഉരുള പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടായിട്ട് വരണുണ്ട്. പിന്നെ പൊടിക്കുമ്പോൾ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇതാണ് പാകം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കണം. വെള്ളം കുറച്ചായിട്ട് ഒഴിക്കാവുള്ളൂ കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് 1-2 ടേബിൾ സ്പൂൺ വെച്ചൊക്കെ ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഇതിലേക്ക് വേണ്ടി വരില്ല. 1/2 കപ്പ്, ഏകദേശം 1/2 കപ്പ് അതിന്റെ മുകളിലായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്പിട്ട് പോയി. നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡോ വേണം തയ്യാറാക്കാൻ. ലൂസ് ആക്കരുത് കേട്ടോ. അങ്ങനെ ലൂസായി പോവാന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദപ്പൊടി ഇട്ട് ടൈറ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. ഇതിൽ ഇത്തിരിയും കൂടി ടൈറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ചെടുത്ത് ഒരു നനഞ്ഞ ക്ലോത്ത് എന്തെങ്കിലും ഈ ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ട് ഇട്ടുകൊടുക്കാം. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. 10 മിനിറ്റ് കേട്ടോ. കൂടി വന്ന 1/2 മണിക്കൂർ. അതിൽ കൂടുതൽ ഇത് വെക്കരുത് കേട്ടോ. ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്കിന്റെ ആ സ്ട്രക്ചറിലേക്ക് പോകും, സോഫ്റ്റ് ആയി പോകും. 10 മിനിറ്റിന് ശേഷം രണ്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ പുറമേ നിന്നുള്ള ഒരു ടൈറ്റ്നെസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഇച്ചിരി നേരം ഇരുന്നില്ലേ, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതാണ്. ഒത്തിരി നേരം ഒന്നിട്ട് കുഴക്കണ്ട. പരത്തുന്ന കോലില് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ടാണ് നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒട്ടി പിടിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊടിയിട്ടും പരത്താട്ടോ. പൊടിയിട്ട് പരത്തുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ പെട്ടെന്ന് അയക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഓയിലിട്ട് തന്നെ പരത്തിയെടുക്കുന്നത്. പിന്നെ ഫോൾഡ് ചെയ്ത് പരത്തിയ മാതിരി 2-3 പ്രാവശ്യം ഇതേപോലെ ഫോൾഡ് ചെയ്ത ശേഷം പരത്തിയെടുക്കാം കേട്ടോ. നമ്മുടെ ആ ബിസ്ക്കറ്റിന്റെ അകത്തുനിന്ന് നല്ലൊരു സ്ട്രക്ചർ കിട്ടാനത് നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെയാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലാണ് പരത്തിയേക്കുന്നത്. ഇനി ഇത് നിങ്ങളുടെ പിസ്സ കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഷേപ്പിൽ നല്ല ഭംഗിയൊക്കെ കിട്ടും. എന്നാൽ അതില്ലാത്തതുകൊണ്ട് കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യാണ്. ഇനി നിങ്ങളുടെ പല ഷേപ്പിലുള്ള കട്ടറുകൾ ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഭംഗിക്ക് നല്ല പല ഷേപ്പിലൊക്കെ കിട്ടുമല്ലോ. ഇതുവരെയുള്ള എന്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് വന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം കേട്ടോ. കത്തി വെച്ച് കട്ട് ചെയ്യുന്നവരെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇരട്ടി അല്ലെങ്കിൽ ഇതിലും നല്ല വലിപ്പം വരും. അതുകൊണ്ട് പരമാവധി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാട്ടോ. അതായിരിക്കും കൂടുതൽ ഭംഗി. അങ്ങനെ കംപ്ലീറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് വിടിപ്പിച്ച് വെച്ചേക്കാട്ടോ. നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് വിടിപ്പിച്ച് വേണം ഇടാനായിട്ട്. ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം. ഓയിൽ ഒരു മീഡിയം ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടുകൊടുക്കാം. വീഡിയോയിൽ കാണുന്ന ഈ ഒരു പാകത്തിനാണ് കേട്ടോ കംപ്ലീറ്റ് ഇട്ടെടുക്കാനായിട്ട്. ഞാൻ ആദ്യം ഇട്ടെടുത്തപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പത പോലെ മുകളിലേക്ക് പൊങ്ങി തുടങ്ങിയതോ ചെറുതായിട്ട്. ആ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള എല്ലാവരും ഇട്ടെടുക്കാം. എല്ലാവരും എന്ന് വെച്ചാൽ കൊള്ളുന്നത് ഇട്ടെടുക്കാം കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എല്ലാവരും കൂടി ഒറ്റയടിക്ക് കൊള്ളില്ല ചിലപ്പോൾ. ആദ്യത്തെ ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് അങ്ങ് തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുള്ളൂ, വേവേമില്ല. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത ശേഷം പിന്നെ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്ത് പോരാട്ടോ. ഈ ഒരു ബാച്ച് ഇപ്പൊ കുക്കായിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ഇരുന്ന ശേഷം ഒന്നുകൂടി ഒന്ന് മുറുകയും കളർ മാറുകയും ചെയ്യും കേട്ടോ. അപ്പൊ വല്ലാതെ അങ്ങ് കളർ മാറാൻ നിൽക്കണ്ട കോരാനായിട്ട്. ഡാർക്ക് ഗോൾഡൻ കളർ വന്ന് ബ്രൗൺ കളറിലേക്ക് ആയി തുടങ്ങുമ്പോഴത്തേനും തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇരുന്നതിന് ശേഷം നല്ലൊരു ഡാർക്ക് കളർ ആവും കേട്ടോ. അങ്ങനെ ശക്കർപ്പര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വെട്ട് കേക്കിന്റെ ഒക്കെ ഒരു ഫാമിലി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇത് നല്ല ക്രിസ്പിയാണ്. പിന്നെ മുട്ടയോ പാലോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1-2 മാസമൊക്കെ ഇരുന്നോളും. ഞാൻ ഇതിൽ ചേർത്തേക്കുന്ന മധുരം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാട്ടോ. ഇത് കറക്റ്റ് മധുരമാണ്. അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം. നല്ല ക്രിസ്പിയാണ്, കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു.